നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു വാർത്ത ആശാ വർക്കർമാരുടെ സമരത്തിൽ ഒരു ധാരണ ഉണ്ടാകുന്ന സമരം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഇന്ന് നടത്തിയ ചർച്ചയിൽ തൃപ്തരല്ല എന്നാണ് ആശാ പ്രവർത്തകർ അറിയിക്കുന്നത്. ഓണറേറിയം 3000 രൂപ പോലും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല. സമരവുമായി മുന്നോട്ട് പോകുമെന്നും സമരസമിതി വ്യക്തമാക്കിയുണ്ടായി. നാളെയും ചർച്ച തുടരുമെന്നാണ് ജിബിൻ വിവരങ്ങളുമായിട്ടുണ്ട്. ജിബിൻ, ഇപ്പോൾ ആശാ വർക്കർമാരുടെ ഉപരോധ സമരം കൂടി നടക്കുന്നു അല്ലേ? വളരെയധികം പ്രതീക്ഷയുമായിട്ടാണ് ഈ ആശാ വർക്കർമാർ മന്ത്രിയുമായി ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ടി അങ്ങോട്ടേക്ക് പോകും. പക്ഷേ വളരെയധികം നിരാശരായാണ് അവർ ഈ സമരപന്തലിലേക്ക് തിരിച്ചെത്തിയത്. കാരണം ഒരു ആവശ്യം ആശാ വർക്കർമാർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം പോലും ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ചർച്ചയിൽ അംഗീകരിക്കപ്പെട്ടിട്ടായിരുന്നതാണ് വാസ്തവം. അത് തന്നെ അവർ സമരപന്തലിലെത്തി വിശദീകരിക്കുകയും ചെയ്തു. സമരസമിതിയുമായി പ്രത്യേകിച്ച് സമരസമിതി അംഗങ്ങൾ, CIT ഭാരവാഹികൾ, INTC അംഗങ്ങൾ, പിന്നെ മന്ത്രിമാർ ഇവരടങ്ങിയ സംഘമാണ് ഇന്ന് ചർച്ച ചെയ്തത്. പക്ഷേ മന്ത്രി ആശാ വർക്കർമാരെ അറിയിച്ചത് ഒരു സമിതിയെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാമെന്നാണ്. പക്ഷേ ആശമാർ പറയുന്നത് തങ്ങൾ 53 ദിവസമായി സമരം ചെയ്യുന്നു, 15 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്നു, ഇതുവരെ വയ്ക്കാത്ത ഒരു സമിതി ഇനി എന്താണ്? തങ്ങളുടെ പ്രധാനമായിട്ടുള്ള 2 ആവശ്യങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. ഒന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുക, 2 വിരമിക്കൽ ആനുകൂല്യം നൽകുക. ഈ 2 വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ഈ 2 ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് ഒരു സമിതിയുടെ ഉപരോധ സമരം, MG റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെയും ചർച്ച തുടരുമെന്നാണ് അറിയിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ തൃപ്തരല്ല എന്നവർ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ആരോഗ്യമന്ത്രി അതിനുശേഷം പ്രതികരിച്ചിട്ടില്ല.